എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അറബിക് ഫോമായ ഷാക്ചുക്ക അഥവാ ചാക്ചുക്കയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ രീതിയിലാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ഷാക്ചുക്ക ഉണ്ടാക്കിയാലോ. നമ്മുടെ ഷാക്ചുക്കയ്ക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 4 മുതൽ 5 കോഴിമുട്ട വരെ ഇതിന് ഉപയോഗിക്കാം. ഒരു ചെറിയ പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മീഡിയം തക്കാളി, ഒരു സവാള, 5 മഷ്റൂം, ഒരു പകുതി ക്യാപ്സിക്കം. ഇതൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയാണ് ക്യാപ്സിക്കം ചേർക്കുന്നത്. 3 ഇന്ത്യൻ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 മുതൽ 1/4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാം എരിവിനനുസരിച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണയും ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടായി വരുമ്പോഴത്തേന് നമ്മൾ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/4 ഭാഗം വഴണ്ടപ്പോഴത്തേന് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേന് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി മഷ്റൂം ആഡ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഞാൻ ഓരോരോ മുട്ടകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതൊരു അറബിക് രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുളക് പൊടിക്ക് പകരം പാപ്രിക്ക പൗഡറും ക്യുമിൻ പൗഡറുമാണ് ചേർക്കുന്നത്. എണ്ണയായിട്ട് ഒലിവ് ഓയിലേ ഉപയോഗിക്കത്തുള്ളൂ. നമുക്ക് മുട്ടയിട്ട് കൊടുക്കുമ്പം ചെറുതായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ചെറുതായിട്ട് അതിനകത്തൊന്ന് തൂക്കി കൊടുക്കാം. ഒരു തവ അടിയിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് മുട്ട ഹാഫ് വേവുന്നതാണ്. പക്ഷേ ഇത് ഹാഫ് വേവുന്ന ഇഷ്ടമല്ലാത്തവർക്ക് ഫുള്ള് കുക്ക് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക.